ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അമ്മയാകാനായിട്ടൊരു ഡോക്ടറെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മെയിലിൽ ആ കുട്ടി പറഞ്ഞത്, ചേച്ചി ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. 1 വർഷത്തോളമായി ഞാൻ ക്ലോമോഫിൻ സിട്രേറ്റും അതുപോലെ ക്ലോമോഫിൻ നടക്കാതെ വന്നപ്പോൾ ലെട്രസോളിൻ്റെ മെഡിസിനും ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്, HCGയുടെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ല ചേച്ചി. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആകുന്നില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ മാറ്റണോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണോ? അങ്ങനൊരു മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഈ ഒരു കാര്യം തെറ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ഒരു കാര്യം, നിങ്ങളൊരു എക്സാമ്പിൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടത് മനസ്സിലാകും. നമ്മൾ കടയിൽ നിന്ന് മാങ്ങ വാങ്ങിക്കാറില്ലേ? മാങ്ങയുടെ സീസൺ ആകുമ്പോൾ നമ്മൾ മാങ്ങ മേടിക്കാറുണ്ട്. ചില മാങ്ങ, അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ മാങ്ങ ഉണ്ടാകുന്നവർ, ആ മാങ്ങ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കെമിക്കലും ആ ഒരു മാങ്ങയിൽ ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന് നല്ല സ്വാദ് കൂടുതലായിരിക്കും. വലിപ്പം അത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ സ്വാദ് നല്ല കൂടുതലായിരിക്കും. നമ്മൾ വീട്ടിൽ നമുക്കുള്ള വളങ്ങളായിരിക്കും നമ്മളതിൽ ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങ കാണാൻ നല്ല ചന്തം ഉണ്ടാവും, നല്ല വലിപ്പവും ഉണ്ടാവും, പക്ഷേ കഴിച്ചു നോക്കുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ഒരു എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ മാങ്ങ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള, നമ്മുടെ മണ്ണിൽ നിന്നുള്ള വളങ്ങളെല്ലാം എടുത്ത് നമ്മളിട്ട് കൊടുക്കുന്ന നല്ല നല്ല വളങ്ങളെല്ലാം എടുത്തിട്ട് ഗ്രോ ആയിട്ടുള്ള ആദ്യത്തെ മാങ്ങ. രണ്ടാമത്തേന്ന് പറയുന്നത് മരുന്നുകളൊക്കെ കൊടുത്ത് വീർപ്പിച്ചെടുത്തൊരു മാങ്ങ. ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന ഒരു സമയത്ത്, ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ല്യൂട്ടനൈസിങ് ഹോർമോൺ, FSH ഹോർമോൺ, LH ഹോർമോൺ, നമ്മുടെ HCG ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോൺ, ഈസ്ട്രോജൻ ഹോർമോൺ, ഇങ്ങനെയുള്ള ഒരുപാട് ഹോർമോൺസിനെ നമ്മൾ അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എഗ്ഗിനെ അവിടെ ഗ്രോ ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, കോൺസിക്വൻ്റ് ആയിട്ട് നമ്മളൊരു 3, 4, 5, 6 മാസം, ഇവിടെ ആ കുട്ടി ഒരു 1.5 വർഷത്തോളം ആ ഒരു മെഡിസിൻസ് ഒക്കെ എടുത്തു. ഈ ഒരു മെഡിസിനൊക്കെ നമ്മളവിടെ എടുക്കുമ്പോഴേക്കും നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ, ഓവറിയെ നമ്മൾ ഹൈപ്പറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റിമുലേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് 2.5 വർഷം ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും. പക്ഷേ ഈ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, ഒരുപാട് അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും, ഒരുപാട് ശരീരത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ എടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്കണം ട്രീറ്റ്മെൻറ്റ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചേ പറ്റും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഡയറ്റിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഉറക്കത്തെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഒപ്പം ഒന്ന് ചേർത്ത് വെച്ചൊന്ന് മുൻപോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു മെഡിസിനും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മാസം, ആ ഒരു മാസം കാലാവധി ഞാൻ പറയുന്നത് മാക്സിമം ആണ്, അതിനുള്ളിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും. അതല്ലാതെ എനിക്ക് ഡോക്ടർ മെഡിസിൻ തരുന്നുണ്ട്, എനിക്ക് ഡോക്ടർ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻ തരുന്നുണ്ട്, അപ്പോൾ ഞാൻ ആ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. അതല്ലാതെ ഞാൻ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നതല്ലാതെ ഞാൻ വേറെ ഭക്ഷണങ്ങളൊന്നും നല്ലത് കഴിക്കുന്നില്ല. അതായത് വെജിറ്റബിൾസ് എടുക്കുന്നില്ല, ഫ്രൂട്ട്സ് എടുക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, കൃത്യമായിട്ട് ഉറക്കം നമ്മൾ ക്രമീകരിക്കുന്നില്ല, അതുപോലെ എക്സസൈസുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഞാൻ എന്താ ചെയ്യുന്നത്? ഡോക്ടറെ വിശ്വസിക്കുന്നു, ഡോക്ടർ തരുന്ന മെഡിസിൻ എടുക്കുന്നു, ഞാൻ കഴിക്കുന്നു. ആ ഒരു ഫേസ് അവിടെ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ ലൂട്ടിയൽ ഫേസിലോട്ട് നമ്മളെത്തി. ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ടുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അവിടെയും നമ്മളോട് ഒരു സാധ്യതയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇതിലൊരുപാട് ഭാഗങ്ങൾ കൂടി നമുക്കവിടെ കറക്റ്റായിട്ട് ഒരു മാച്ചായിട്ട് നമുക്കവിടെ കിട്ടണം. അതായത് നമ്മുടെ ശരീരത്തിലോട്ട് പുരുഷൻ്റെ സ്പേം കടന്നു, ആ കടന്ന്
ഉള്ളിലോട്ട് അങ്ങോട്ട് എത്തണമെങ്കിൽ, ആ സെർവിക്സിൻ്റെ ഭാഗത്തോട്ട് എത്തി യൂട്രസിൻ്റെ ഭാഗത്തോട്ട് അങ്ങോട്ട് എത്തണമെങ്കിൽ അവിടെ സെർവിക്കൽ മ്യൂക്കസിനെ തട്ടി വേണം അതവിടെ എത്താനായിട്ട്. ഈ സെർവിക്കൽ മ്യൂക്കസ് വഴിയുള്ള യാത്ര കൃത്യമായിട്ട് അവിടെ നടക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? നല്ല ഒരു സെർവിക്കൽ മ്യൂക്കസ് വേണം. എഗ് വൈറ്റ് ടെക്സ്ചറുള്ള സെർവിക്കൽ മ്യൂക്കസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന ആ ഒരു സ്പേം സെൽസിനെ കൃത്യമായിട്ട് നമ്മുടെ ആ യൂട്രസിലോട്ട് എത്തി നമ്മുടെ ഫലോപ്പിൻ ട്യൂബിലോട്ട് എത്തി ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വേണം? സെർവിക്കൽ മ്യൂക്കസ് നല്ലതുപോലെ നടക്കണം. സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് നല്ലതുപോലെ പ്രൊഡ്യൂസ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ വെള്ളം കുടിക്കണം. ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ സെർവിക്കൽ മ്യൂക്കസ്, ക്വാളിറ്റിയുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവുകയുള്ളൂ. ക്വാളിറ്റിയുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണെങ്കിൽ ഒരു ഏകദേശം ഒരു 30%, 40% നമുക്ക് അവിടെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാകാതിരിക്കണം. ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫലോപ്പിയൻ ട്യൂബിനെയും അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല രീതിയിൽ അവരുടെ വർക്കിംഗ് കൃത്യമായിട്ട് നടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. യോഗാസനാസ് നമ്മൾ ഫോളോ ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും നമുക്ക് അവിടെ എന്ത് പറ്റും? നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് വളരുന്നതിന്, ഫലോപ്പിയൻ ട്യൂബിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ നമുക്ക് ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിനകത്തൊരു എൻഡോമെട്രിയൽ ലൈനിങ് ഉണ്ട്. ഈ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരണമെങ്കിൽ എൻഡോമെട്രിയം കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വിറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ വേണം. അതെല്ലാം നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാം എനിക്ക് ഡോക്ടർ തന്ന ഈ 2 കൂട്ടം മെഡിസിനിൽ മാത്രം ഒതുങ്ങി നമ്മൾ നിന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ മെഡിസിൻ കഴിച്ചിരിക്കുകയുള്ളൂ. ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ എടുക്കാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1500 അല്ലെങ്കിൽ ഒരു 2000 റേഞ്ചിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതിനോടൊപ്പം തന്നെ ഈ 2000 റേഞ്ചിലുള്ള ആ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കഴിക്കുമ്പോഴേക്കും അതിനേക്കാളും വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വെജിറ്റബിളോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ കഴിക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നിങ്ങൾ ചെയ്യൂ. ഇതെല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡോക്ടർ തരുന്ന മെഡിസിനും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷമോ 1.5 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒന്നും ഈ ഒരു മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരില്ല. ഈ ഒരു മെഡിസിൻ കഴിക്കുന്ന ഒരു സമയത്ത്, ഇപ്പോൾ കഴിക്കാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട്. അങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ IUI പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അതല്ലാതെ 1 വർഷവും 1.5 വർഷവുമായിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ലെങ്കിൽ അത് മെഡിസിൻ്റെ കുറവല്ല, നിങ്ങളുടെ കുറവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. എൻ്റെ മെഡിസിൻ കൊള്ളില്ല അല്ലെങ്കിൽ എൻ്റെ ഡോക്ടർ കൊള്ളില്ല എന്നുള്ളൊരു വിചാരം നമ്മൾ ഉള്ളിൽ വെക്കുന്നതല്ലാതെ, ഇപ്പോൾ നമ്മൾ വേറൊരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് ലെട്രസോളിൻ്റെ മെഡിസിൻ തരും. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് ആണ് ക്ലോമിഫെൻ സിട്രേറ്റ്, ലെട്രസോൾ, HCG ഇഞ്ചക്ഷൻ. അതിൻ്റെ തന്നെ പല പല ബ്രാൻഡിലുള്ള മെഡിസിൻസ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈ മെഡിസിൻസ് തന്നെയായിരിക്കും ഒരു ഡോക്ടറിൽ നിന്ന് അടുത്ത ഡോക്ടറിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം കൃത്യം കണക്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾ ഈ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ഞാൻ ഒരു 3-4 മാസം കംപ്ലീറ്റ് ആയിട്ട് ഒരു PCODക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ വരെ എനിക്ക് പീരിയഡ്സിൻ്റെ പെയിൻ എന്താണ് എന്നറിയില്ലായിരുന്നു. സത്യം, എനിക്ക് എന്താണ് എന്നറിയില്ലായിരുന്നു. പക്ഷേ ആ മെഡിസിൻ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ PCOD ഉള്ളതുകൊണ്ട് മെറ്റ്ഫോമിൻ്റെ മെഡിസിൻ എടുത്തു. ഓവുലേഷൻ്റെ 14 ഡേയ്സ് മുതൽ ഞാൻ ഡൈഡ്രോബോണിൻ്റെ മെഡിസിൻ എടുത്തു. ആ ഓരോ സമയത്തും എനിക്ക് ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റമായിട്ട് എനിക്ക് വരുന്നത് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് ഭയങ്കര ഒരു വേദന, അതുപോലെ നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര ഒരു അതികഠിനമായിട്ട് ഒരു വേദന, പീരിയഡ്സ് ആകുന്ന സമയത്ത് കമിഴ്ന്നും നിവർന്നും കിടന്നു കഴിഞ്ഞാൽ മാറാത്ത തരത്തിലുള്ള വേദന. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈഡ് എഫക്ട്സ് ആണ്. എന്തിനാണ് നിങ്ങൾ ഈ സൈഡ് എഫക്ട്സ് കൂടുതലായിട്ട് വാങ്ങി വെക്കുന്നത്? ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഓവറിയെ അധികം സ്റ്റിമുലേറ്റ് ചെയ്യാതെ മെഡിസിൻ നിങ്ങൾ എടുക്കുന്നത് എത്ര കാലയളവിലാണോ ആ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ ഇത് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.